വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മണ്ഡലവും വടകരയാണെന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ച 2020 മത്സരത്തിന്റെ അവസാന ഓവറിന് വേണ്ടി കാത്തിരിക്കുന്നത്, അവസാനത്തെ ഓവറിൽ എത്ര റണ്ണ് വേണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ ആകാംക്ഷാഭരിതരായി നഖം കടിച്ച് കാത്തിരിക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. അവിടെ രാഹുലുണ്ട്. രാഹുൽ, എന്താണ് അവിടെ സ്ട്രോങ് റൂം ഒക്കെ തുറന്നോ? ഈ തപാൽ വോട്ടുകളൊക്കെ കൃത്യം 8 മണിക്ക് തന്നെ എണ്ണി തുടങ്ങാനുള്ള ക്രമീകരണങ്ങളായോ? അഭിലാഷ്, തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെയും കണ്ണ് നീളുന്നത് വടകരയിലേക്ക് തന്നെയാണ്. ശക്തമായ മത്സരം വടകരയിലാണ്. വടകര കോഴിക്കോട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നമ്മുടെ കോഴിക്കോട് JDT ഇസ്ലാമിക് കോളേജിലാണ്. കൃത്യം 6:30 തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. ഒപ്പം എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചീഫ് ഏജന്റുമാരും എത്തിച്ചേർന്നു. 15,000-ലധികം വോട്ടുകളാണ്, പോസ്റ്റൽ വോട്ടുകളാണ് വടകര മണ്ഡലത്തിലുള്ളത്. അതുപോലെ തന്നെ 14,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ കോഴിക്കോട് മണ്ഡലത്തിലുമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അധികം പോസ്റ്റൽ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എന്നുള്ള പ്രത്യേകത കൂടി മണ്ഡലത്തിനുണ്ട്. ശക്തമായ മത്സരമാണ്. പോസ്റ്റൽ വോട്ടുകളൊക്കെ ഏറെ നിർണായകമാണ് എന്ന ഒരു സവിശേഷതയാണ് വടകര മണ്ഡലത്തെ സംബന്ധിച്ചുള്ളത്. ഇതുതന്നെയായാലും കൃത്യം 8:30 EVM എണ്ണിത്തുടങ്ങുക. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളും എണ്ണിത്തുടങ്ങും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതീക്ഷ തന്നെ അവസാന നിമിഷവും പങ്കുവെക്കുന്നുണ്ട്. അവരുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയാണ്. ഷാഫി പറമ്പിലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ആവർത്തിക്കുന്നത് കംഫർട്ടബിൾ മെജോറിറ്റി എന്നതാണ്. അതായത് കഴിഞ്ഞ തവണ 84,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് K. മുരളീധരനിലൂടെ മണ്ഡലം UDF നിലനിർത്തിയിരുന്നത്. അപ്പോൾ